ഓക്കെ. ഓക്കെ. അപ്പം നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇന്നെന്ന് പറയുമ്പം 6 ഫെബ്രുവരി 2026 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് NASA revises Jupiter size using Juno mission data. ഇത് ജൂണോ നാസയുടെ തന്നെ പ്രൊജക്റ്റ് ആയിട്ടുള്ള ജൂണോ മിഷൻ ഡേറ്റ ഉപയോഗിച്ചിട്ട് നാസ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂപ്പിറ്റർ സൈസിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഇപ്പോൾ റിവൈസ് ചെയ്തിരിക്കുന്നു. സോ റിവൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് they are saying that Jupiter, the largest planet in the solar system, is slightly smaller and more flattened than scientists previously believed, according to new findings based on data from NASA's Juno spacecraft. അതായത് നാസയുടെ ജൂണോ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, നേരത്തെ സയന്റിസ്റ്റ് പ്രീവിയസ്ലി അവർ കണ്ടുപിടിച്ചിട്ടുള്ളതിനെക്കാട്ടിലും ഈ പറയുന്ന ജൂപ്പിറ്റർ എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ ചെറുതും അതേപോലെ അതിന്റെ സർഫസ് എന്താണ് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആണ് എന്ന് എന്ത് ചെയ്തു, പുതിയൊരു കണ്ടുപിടുത്തം എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ അവര് പറഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു സ്റ്റഡി എന്തിന്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫൈൻഡിങ്സ് എന്തിന്റെ ബേസിസിലാണ്, ബേസ്ഡ് ഓൺ നാസാസ് ജൂണോ സ്പേസ് ക്രാഫ്റ്റ്. അപ്പം ജൂണോ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ജൂണോ മിഷൻ എന്ന് പറയുന്നത് ആരുടെ പ്രൊജക്ട് ആണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ നാസ. നാസയുടെ പ്രൊജക്ട് ആണ് എന്ത്, ജൂണോ മിഷൻ അല്ലെങ്കിൽ ജൂണോ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, ടു സ്റ്റഡി ജൂപ്പിറ്ററിന്റെ ഫൈൻഡിങ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതിന്റെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. 5th പ്ലാനറ്റ് ഫ്രം ദ സൺ ആൻഡ് ലാർജസ്റ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ആണ്. ജൂപ്പിറ്ററിൽ മെയിൻ ആയിട്ടുള്ളത് ഹൈഡ്രജനും ഹീലിയവുമാണ്. ഇറ്റ്സ് റാപ്പിഡ് റൊട്ടേഷൻ കോസസ് സിഗ്നിഫിക്കന്റ് ഇക്വറ്റോറിയൽ ബൾജിങ്. അതിന്റെ റാപ്പിഡ് ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അതിന് ആ ഒരു ഇക്വറ്റോറിയൽ ബൾജിങ് എന്ന് പറയുന്ന ഒരു ഇത് എന്ത് ചെയ്യുന്നത്, കൊടുത്തിരിക്കുന്നത്. ആൻഡ് ജൂണോ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ജൂണോ മിഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ജൂണോ വാസ് ലോഞ്ച്ഡ് ബൈ ആൻ അറ്റ്ലസ് ബി റോക്കറ്റ് ഫ്രം കേപ്പ് കനവറൽ, ഫ്ലോറിഡ ഓൺ August 5, 2011. അതായത് 2011 പ്രൊജക്ട് ആണ്. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിട്രീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആ ഡേറ്റയുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഫൈൻഡിങ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് The Milano Cortina 2026 Olympic and Paralympic Winter Games. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. കാരണം എപ്പോഴും ഒളിമ്പിക്സ് അല്ലെങ്കിൽ വെന്യൂ, മാസ്കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിമ്പിക്സ് പാരാലിമ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്ന എക്സാംസിന് വരുന്നതാണ്. സോ 2026 വിന്റർ ഒളിമ്പിക്സ് are one of the biggest global sports events, officially called the Milano Cortina 2026. ഈ ഒരു ഗെയിംസ് നടക്കുന്നത് ഇറ്റലിയിലാണ്. ഗെയിംസ് വിൽ ബി ഹെൽഡ് ഇൻ ഇറ്റലി ആൻഡ് വിന്റർ ഒളിമ്പിക്സും എവിടെ തന്നെയാണ്, ഇറ്റലിയിലാണ്. ഓക്കെ. അത് 6 to 22 ഫെബ്രുവരി 2026 ആണ് എന്ത് ചെയ്യുന്നത്, ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി പാരാലിമ്പിക്സിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 6 to 15 മാർച്ച് ആണ്. ഓക്കെ. രണ്ടും എന്താണ്, ഇറ്റലിയിലായിരിക്കും ഗെയിംസ് എല്ലാം എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ വിന്റർ ഒളിമ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് 2026. അതിന്റെ പേരാണ് എന്ത്, മിലാനോ കോർട്ടിന എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിന്റർ ഗെയിംസ് എന്ന ഒളിമ്പിക്സ് എന്നാ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒഫീഷ്യലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ഇനി ഒഫീഷ്യൽ മാസ്കോട്ട്സ്, അതായത് ഈ മിലാനോ കോർട്ടിന എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള വിന്റർ ഒളിമ്പിക്സും പാരാലിമ്പിക്സും ചേർന്നിട്ടുള്ള മിലാനോ കോർട്ടിന എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഇവന്റ്സിന്റെ മാസ്കോട്ട്സ് എന്ന് പറയുന്നത് ടു ചിയർഫുൾ സ്റ്റുവാർട്സ് നെയിം ടീന ആൻഡ് മിലോ എന്ന് പറയുന്ന രണ്ട് ചിയർഫുൾ സ്റ്റുവാർട്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്. അതിന്റെ മാസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗ്യ ചിഹ്ന എന്നൊക്കെ പറയത്തില്ല അത്. ഇനി their names are inspired by the host cities Tina from Cortina d'Ampezzo and Milo from Milano. അപ്പം അതിനെ ഹോസ്റ്റ് സിറ്റീസ് ആയിട്ടുള്ള മിലാനോയിലും കോർട്ടിനയുടെയും എന്താ നെയിംസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ടീന ആൻഡ് മിലോ എന്നുള്ള പേരുകൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. മിലോ ആണ് എന്താ പാരാലിമ്പിക്കിന്റെ മാസ്കോട്ട്, ടീനയാണ് ഒളിമ്പിക്കിന്റെ മാസ്കോട്ട്. ഓക്കെ. സോ ഇനി ഇറ്റലി ഈസ് ഹോസ്റ്റിംഗ് ദ വിന്റർ ഒളിമ്പിക്സ് ഫോർ ദ തേർഡ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റലി വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത്. കോർട്ടിന ഡി ആംബെസോ എന്ത് ചെയ്തിട്ടുണ്ട് 1956 ടൊറിൻ എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചിട്ട് 2006 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിന്റർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ തേർഡ് ടൈം ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. 16 വിന്റർ സ്പോർട്സ് ആണ് മെയിൻലി എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒളിമ്പിക്സിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വിൽ ഹാവ് 2 representatives at 2026 Winter Olympics. Arif Mohammad Khan stands in Lunda. Arif has qualified in alpine skiing, while Stanson will
കോമ്പീറ്റ് ഇൻ ക്രോസ് കൺട്രി സ്കീയിങ്. രണ്ടും രണ്ട് കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, അവർ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Operation Kia. So Operation Kia is in the news due to a fierce counter-terrorism encounter in the forested Basangar area of Udhampur, where security forces have cordoned off Pakistani terrorists. അതായത് ഒരു കൗണ്ടർ ടെററിസം എൻകൗണ്ടർ ഉധംപൂരിൽ നടന്നു. ആ ഒരു ഓപ്പറേഷന്റെ പേരാണ് എന്താ, കിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജോയിന്റ് കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ launched by Indian security forces to neutralize terrorists hiding in remote forest areas of Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീരിലെ റിമോട്ട് ഏരിയാസിൽ എന്താണ് ഹൈഡ് ചെയ്തിരിക്കുന്ന ടെററിസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എയിം ടു ട്രാക്ക്, കണ്ടെയ്ൻ ആൻഡ് എലിമിനേറ്റ് ഇൻഫിൽട്രേറ്റ് ടെററിസ്റ്റ് വൈൽ പ്രിവെന്റിംഗ് ദെയർ മൂവ്മെന്റ് അക്രോസ് ഡിസ്ട്രിക്ട് ആൻഡ് സേഫ് ഗാർഡിംഗ് സിവിലിയൻ ഏരിയാസ്. അതായത് അവരുടെ ആ ഒരു സ്പ്രെഡ്, സിവിലിയൻ ഏരിയാസിലോട്ട് അവരുടെ സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം ഓപ്പറേഷൻ കിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Sabasar initiative is in the news as over 1.11 lakh Gram Panchayats have adopted this AI-enabled tool for automated Gram Sabha meeting summarization as of January 2026. അതായത് ഗ്രാമസഭ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഒരു AI-enabled tool ആണെന്ത്, സഭാസാർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. So it is an AI-powered voice-to-text and meeting summarization platform designed to automatically generate structured minutes of meetings from Grama Sabha and Panchayat meetings. അതായത് ഇനിയും തൊട്ട് എന്ത് ചെയ്യണ്ട, ഈ മീറ്റിംഗ്സിന്റെ ഒന്നും മിനിറ്റ്സ് എഴുതണ്ട, AI ആയിട്ട് എന്ത് ചെയ്യും, അത് ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. ലോഞ്ച് ചെയ്തത് 14th August 2025 ഈ ഒരു സഭാസാർ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ സ്കീമുമായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. അപ്പൊ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ മെയിൻലി എന്തായിരിക്കും, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് നോഡൽ ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ AI enabled ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മിഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് നമ്മുടെ IT മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ പാർട്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ടു സ്ട്രെങ്തൻ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബൈ ഡിജിറ്റൈസിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസിംഗ് ഗ്രാമസഭ ഡോക്യുമെന്റേഷൻ. അതായത് കുറച്ചും കൂടെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതുപോലെ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സഭാസാർ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് ഇന്ത്യൻ എയർഫോഴ്സ് വിൽ ഹോൾഡ് എക്സസൈസ് വായു ശക്തി ഓൺ February 27. ഇന്ത്യൻ എയർഫോഴ്സ് വായു ശക്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺ February 27. അപ്പം ഇതിന്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്, പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ച്, രാജസ്ഥാനിലെ പൊക്രാനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എയർഫോഴ്സ് എക്സസൈസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദ എക്സസൈസ് ഈസ് നെയ്മഡ് വായു ശക്തി. പാർട്ടിസിപ്പൻസ് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇതിന്റെ കീ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ, ലാർജസ്റ്റ് ഡേ ടു നൈറ്റ് എയർ പവർ എക്സസൈസ് ഓഫ് ദ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡേ ടു നൈറ്റ് എയർ പവർ എക്സസൈസ് ആയിരിക്കും എന്ന് പറയുന്നത് ഈ പറയുന്ന വായു ശക്തി എക്സസൈസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഹോസ്റ്റ് അല്ലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ രാജസ്ഥാനിലെ പൊക്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഭാരത് ടാക്സി. The Union Corporation Minister will launch India's first cooperative-based ride-hailing platform, Bharat Taxi, at Vigyan Bhavan, New Delhi. ന്യൂഡൽഹിയിലാണ് ഭാരത് ടാക്സി, അതായത് ഇന്ത്യയുടെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ബേസ്ഡ് റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം. അതായത് ഇന്ത്യയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ സഹകരണമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ആണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. Bharat Taxi is India's first cooperative-led riding-hailing platform registered under the Multi-State Cooperative Societies Act 2002. It is a government-supported initiative developed under the Union Ministry of Cooperation and the National E-Governance Division. ഇനി ഇതെന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ടാക്സി നെറ്റ്വർക്ക് അലൗവിംഗ് ഡ്രൈവേഴ്സ് ടു ബിക്കം ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് കോ ഓണേഴ്സ്. അതായത് ഡ്രൈവേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സും കോ ഓണേഴ്സും, കാരണം ഇതിനകത്ത് കോപ്പറേറ്റീവ്സിന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഡ്രൈവേഴ്സ് എന്തായിട്ട് മാറും, അതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ടും അതേപോലെ തന്നെ കോ ഓണേഴ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും മാറും, ആ ഒരു അതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ. ഓക്കെ, സോ എന്ത് ചെയ്യും, അങ്ങനെ
ഫസ്റ്റ് കോപ്പറേറ്റീവ് ടാക്സി നെറ്റ്വർക്ക് ആണെന്ത് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. ഇതെന്താ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബീങ് ജോയിൻലി പ്രൊമോട്ടഡ് ബൈ ലീഡിംഗ് കോപ്പറേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ കഴിഞ്ഞ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താ ചെറിയ രീതിയിലുള്ള നമുക്ക് സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിനെ എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത്. NCDC, അമൂൽ, അതുപോലെ നഫീദ്, നബാർഡ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ പ്രൊമോട്ടിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യുവ സഹകാർ സ്കീം. Recently, the Ministry of Cooperation provided details of financial assistance released to cooperatives along with beneficiaries for financial year 2022 to 2025 under Yuva Sahakar scheme. Okay. ഇനി യുവ സഹകാർ സ്കീം എന്ന് പറയുന്നത് എന്താ? It encourages young entrepreneurs, cooperative societies which are in operation for a minimum of 3 months. അതായത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഓൺട്രപ്രണർഷിപ്സ് ഒക്കെ എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൽ എന്തെങ്കിലും റൺ ചെയ്യുന്ന ചെറിയ ഒരു മിനിമം 3 months എങ്കിലും ഓപ്പറേഷനിലുള്ള ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുന്ന സ്കീമിനെ അങ്ങനെയുള്ള ഓൺട്രപ്രണേഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുവ സഹകാർ സ്കീം എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുന്നത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം അവരെ ഇടയ്ക്ക് വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യുവോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറ്റാം. അപ്പം അവരെന്ത് ചെയ്യുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും വീണ്ടും ആ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവരെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ ലോൺ ഫെസിലിറ്റീസ് കൊടുക്കും, ചെറിയ തുകയ്ക്കൊക്കെ എന്ത് ചെയ്യും ലോൺസ് കൊടുക്കും അങ്ങനെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ്. റീസെന്റ് ഇന്ത്യ ജോയിൻഡ് ദ ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് അറ്റ് വാണിജ്യ ഭവൻ ന്യൂഡൽഹി. അപ്പൊ ബ്രിക്സിന്റെ തന്നെ സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസില് BCIC ഇന്ത്യ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ UNIDO ആയിട്ട് ചേർന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ബ്രിക്സിന്റെ ഈ ഒരു ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്ന ഇതെന്ത് ചെയ്തിരിക്കുന്നത് ജോയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിലാണ്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് സെർവ്സ് ആസ് എ വൺ stop center providing integrated support services to manufacturing companies and micro, small and medium enterprises across BRICS countries. ഇത് ബ്രിക്സ് കൺട്രീസിൽ ഇൻക്ലൂഡ് ആവുന്ന അല്ലെങ്കിൽ ബ്രിക്സ് കൺട്രീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ചെറിയ രീതിയിൽ MSMEs പോലെയുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിനെയും അതേപോലെ തന്നെ മാനുഫാക്ചറിങ് കമ്പനീസിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും അവർക്ക് വേണ്ടുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. സോ ഇറ്റ് ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ് ഇൻഡസ്ട്രി 4.0 കോമ്പീറ്റൻസീസ്. എന്ത് ചെയ്യും അത് ഇൻഡസ്ട്രീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. The National Productivity Council has been designed as a Indian Center for BRICS Industrial Competencies. ഇന്ത്യയിലെ ഈ പറയുന്ന ബ്രിക്സ് ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസിയുടെ സെന്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇതിനെയാണ് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ ആണ് എന്ത് അതിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊജക്ട് വോൾട്ട് ആണ്. സോ പ്രൊജക്ട് വോൾട്ട് ദ US ഗവൺമെന്റ് റീസെന്റ് റോൾഡ് ഔട്ട് പ്രൊജക്ട് വോൾട്ട് എ $12 billion scheme to stockpile rare earths and critical minerals aiming to shield American companies from global supply disruptions. അതായത് ഗ്ലോബൽ സപ്ലൈയിൽ നിന്ന് അമേരിക്കൻ കമ്പനീസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് US ഗവൺമെന്റ് എന്ത് ചെയ്തു പ്രൊജക്ട് വോൾട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടു സ്റ്റോക്ക് പൈൽ റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റോക്ക് ചെയ്ത് അതായത് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അവൈലബിൾ ആവുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യാം അവരുടെ കൺട്രിയിലോട്ട് എന്ത് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സ്റ്റോക്ക് ചെയ്തിട്ട് അമേരിക്കൻ കമ്പനീസ് എപ്പോഴെങ്കിലും ഡിസ്ട്രപ്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇമ്പോർട്ടിംഗ് ഇത് ഡിസ്ട്രപ്ഷൻസ് നേരിടുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ദാറ്റ് വിൽ ബൈ ആൻഡ് സ്റ്റോർ ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് എലമെന്റ്സ്. These minerals are used in products such as smartphones, batteries, jet engines and electrical vehicles. അങ്ങനെയുള്ളിടത്തൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ് പ്രൊഡക്ട്സ് ആയിരിക്കും മെയിൻലി എന്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് പൈൽ ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
Mirabai Chanu breaks 3 national records at National Weightlifting Championship 2026. So, National Weightlifting Championship 2026 ല് മീരാഭായ് ചാനു എന്ത് ചെയ്തു? She breaks 3 national records. Already Olympic silver medalist ആണ് ആര്? മീരാഭായ് ചാനു. She broke 3 national records during the National Weightlifting Championship in മോദിനഗർ, ഉത്തർപ്രദേശ്. അപ്പം നാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വെന്യൂ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ മോദിനഗർ യുപിയിലായിരുന്നു, ഉത്തർപ്രദേശ്. ഏതൊക്കെ കാറ്റഗറിയിലാണെന്ന് ചോദിച്ചാൽ കോമ്പീറ്റിംഗ് ദ 48 kg category recorded a best lift of 89 kg in snatch and 116 kg in clean and jerk. With a combined lift of 205 kg, she secured the top spot on the podium. So എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ഐറ്റംസിൽ 48 കാറ്റഗറി, അതുപോലെ 89 സ്നാച്ചിലും 116 കിലോഗ്രാം ഇൻ ക്ലീൻ ആൻഡ് ജർക്ക് എന്ന് പറയുന്ന കാറ്റഗറീസിലൊക്കെയാണ് എന്ത് ചെയ്തത്? മീരാഭായ് ചാനു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിലെ റെക്കോർഡ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഷീ ഈസ് ഓൾറെഡി എന്താണ്? ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റ് ആണ് ആര്? മീരാഭായ് ചാനു എന്ന് പറയുന്നത്. സോ നാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അല്ലെങ്കിൽ വെന്യൂ എന്ന് പറയുന്നത് UP ആയിരുന്നു, ഉത്തർപ്രദേശ്. മോദിനഗർ UP ആണെന്ത് അതിന്റെ വെന്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എന്ത് 6th ഫെബ്രുവരി, അതായത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയി?